ഇടക്കാലത്തിന് ശേഷം ഖത്തറിൽ ഇറാന്റെ ആക്രമണം, രാജ്യത്തെ ലക്ഷ്യം വെച്ചത് ഡ്രോണുകൾ. എല്ലാ ആക്രമണത്തെയും സായുധ സേന നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അബ്ബാസ് മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അബ്ബാസ്, ഇടക്കാലത്തിന് ശേഷമാണ്, ചെറിയ പെരുന്നാളിന് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഖത്തറിന് നേരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഖത്തറിനും നേരിടേണ്ടി വന്നിട്ടുള്ളത്, അല്ലേ? വിനിഷ, ഇന്ന് വൈകിട്ട് 5:47 കൂടിയാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയം ഇവിടെ ആക്രമണം ഉണ്ടായി എന്നുള്ള അറിയിപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചത്. അത് ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത്. നമ്പർ ഓഫ് ഡ്രോൺ അറ്റാക്സ് എന്നുള്ളതാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത്. അത് വിജയകരമായി അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഇവിടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലേക്കും അലർട്ടുകൾ വരികയും അതിൻ്റെ ഒരു സെക്യൂരിറ്റി ലെവൽ എലവേറ്റ് ചെയ്യുകയും പിന്നീട് അതിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതി ഇവിടെ പതിവുണ്ട്. എന്നാൽ ഇന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർസെപ്റ്റിൻ്റെ സൗണ്ടോ കേട്ടിട്ടില്ല. അത്തരത്തിൽ യാതൊരു തരത്തിൽ ഇവിടെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കാര്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖത്തർ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യം അറിയിക്കുന്ന മാത്രമാണ് ഈ രാജ്യം ആക്രമണത്തിന് വിധേയമായിട്ടുള്ളത് എന്ന് അറിയുന്നു. ഏതായാലും നമ്മൾ കണക്കാക്കുന്ന പ്രകാരം ഖത്തറിൻ്റെ ആകാശ പരിധിയിൽ വെച്ച്, സമുദ്രാതിർത്തിയിൽ വെച്ച് തന്നെ ഈ ഡ്രോണുകളെ ഖത്തർ സായുധ സേന തകർത്തിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻ്റർസെപ്റ്റിൻ്റെ ശബ്ദമോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളോ ഇല്ലാതിരുന്നത്. ഏതായാലും ഈ ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുള്ളത്. അല്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭീതിയോ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ ഇവിടെയില്ല. ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു ഈ ഒരു അറിയിപ്പുണ്ടായത്. ഇതോടുകൂടി കഴിഞ്ഞ മാർച്ച് 18 ഇതിനു മുമ്പ് ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടായത്. അതൊരു വലിയ അറ്റാക്കായിരുന്നു. റാസ് ലഫാനിലെ LNG ഫെസിലിറ്റികൾക്ക് നേരെ നടന്ന ഒരു വലിയ ആക്രമണം. ഈ ആക്രമണത്തിൽ ഖത്തറിന് പ്രതിവർഷം $20 ബില്യൺ നഷ്ടമുണ്ടായി എന്ന് പിന്നീട് ഖത്തർ എനർജി CEO വരെ വ്യക്തമാക്കിയിരുന്നു. ഈ ആക്രമണത്തിൻ്റെ ഒരു ആഘാതം മറികടക്കാൻ 3 മുതൽ 5 വർഷം വരെ ഖത്തർ എനർജിക്ക് വേണ്ടി വരും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു വലിയ അറ്റാക്കിന് ശേഷമാണ് പിന്നീട് 10 ദിവസത്തോളം നീണ്ട വലിയ ശാന്തതയുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വീണ്ടും ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇവിടുത്തെ ഖത്തറിലെ സാധാരണ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും തരത്തിൽ ഒരു ചലനം ഉണ്ടാക്കി എന്ന് ഒരിക്കലും പറയാനാകില്ല. കാരണം ഈ ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇങ്ങനൊരു ആക്രമണം നടന്നു എന്നതിനെ കുറിച്ച് ഖത്തറിൽ ലഭ്യമായിട്ടുള്ളത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻ്റർസെപ്ഷൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ആശങ്കയോ ഖത്തറിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് യുക്രൈനിൽ നിന്നുള്ള യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഇവിടെ ഖത്തർ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച നടത്തി എന്നുള്ളത്. സെലൻസ്കി ഇന്ന് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി. അതുപോലെ തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, യുക്രൈൻ യുദ്ധം 4 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റഷ്യയിൽ നിന്നുള്ള നിരവധി ഡ്രോണുകളെയും മിസൈലുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്ത പരിചയം യുക്രൈനുണ്ട്. ആ പരിചയം, അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊരു വലിയ കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്നുണ്ട്. കഴിഞ്ഞ 2025 മാത്രം 40,000-ലേറെ ഡ്രോണുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്ത ഒരു ഹിസ്റ്ററി യുക്രൈനുണ്ട്. ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഖത്തറിന് കൈമാറാൻ യുക്രൈൻ സന്നദ്ധമായിട്ടുള്ളത്. ഏതായാലും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, നാളെ മുതൽ ഖത്തറിലെ ഗവൺമെൻറ് സ്കൂളുകൾ തുറക്കുകയാണ്. നോർമൽ ലൈഫിലേക്ക് രാജ്യം പതിയെ തിരിച്ചു വരികയാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഗവൺമെൻറ് പൊതു സ്ഥാപനങ്ങളൊക്കെ തുറന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ട് ഖത്തറിലെ ഗവൺമെൻറ് സ്കൂളുകൾ കൂടി വീണ്ടും പേഴ്സൺ ടു പേഴ്സൺ ഈ ഓഫ്ലൈനായി പഠനം ആരംഭിക്കുന്നത്. വ്യക്തമാണ്. ഏതായാലും സാധാരണ നിലയിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നുള്ളത് മാത്രമാണ് പ്രത്യാശിക്കാനുള്ളത്.